നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ത്യാഗസ്മരണയിൽ മുസ്ലിം വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. തൃശൂർ സിറ്റി സെന്ററിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് തൃശൂർ ശക്തൻ ഹിറ മസ്ജിദ് ചീഫ് ഇമാം അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ നേതൃത്വം നൽകി. ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിന് പള്ളി ഇമാം PK ഇബ്രാഹിം ഫലാഹി നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ആയിരങ്ങൾ പങ്കെടുത്തു. ഇമാം ഡോക്ടർ സലീം നദവി നിസ്കാരത്തിന് നേതൃത്വം നൽകി. പെരുന്നാൾ നിസ്കാരത്തിനായി ചാവക്കാട് ഈദ്ഗാഹുകളിലും പള്ളികളിലും വലിയ തിരക്ക് അനുഭവപ്പെട്ടു. മുതുവട്ടൂർ രാജാ ഹാളിൽ നടന്ന നിസ്കാരത്തിന് ഖത്തീബ് സുലൈമാൻ അസരി നേതൃത്വം വഹിച്ചു. ചാവക്കാട് കുട്ടുങ്ങൽ ചത്തുരം ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിൽ മുനീർ വടന്തരപ്പിള്ളിയും എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ മുഹമ്മദ് ദാരിമി അരിമ്പ്രയും നേതൃത്വം നൽകി. ഭാരത് മാതാ ചിത്രവിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ദേശീയ പതാക ഉയർത്തി. ഭാരതാംബയെ ദേശീയ പതാകയേക്കാൾ വലുതായി ഗവർണർ ചിത്രീകരിക്കുകയാണെന്ന് ബിനോയ് വിശ്വം. മന്ത്രിമാരുടെ മാനസികാവസ്ഥയെ വിമർശിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് മറുപടിയുമായി റവന്യൂ മന്ത്രി K. രാജൻ. RSS ചിഹ്നത്തിൽ നിലവിളക്ക് തെളിയിക്കാൻ ഇടതു മന്ത്രിമാരെ കിട്ടില്ലെന്ന് മന്ത്രി. RSSന്റെ ചിഹ്നങ്ങളെ രാജ്യത്തിന്റെ അടയാളങ്ങളാക്കി മാറ്റാൻ ഗവർണർ ശ്രമിക്കുകയാണെന്നും റവന്യൂ മന്ത്രി K. രാജൻ. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ ഷൈൻ ടോം ചാക്കോയുടെ ആരോഗ്യനില തൃപ്തികരം. ഷൈനിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. തൃശൂർ കോർപ്പറേഷനിലെ പുല്ലുവെട്ട് യന്ത്രങ്ങളെല്ലാം കേടായി കിടക്കുന്നതിനാൽ ഡിവിഷനുകളിലെ വഴിയോരങ്ങളെല്ലാം കാട് പിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായി മാറി. കോർപ്പറേഷന്റെ അനാസ്ഥ മൂലം ഡിവിഷനുകളിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ പാളി. തൃശൂർ മുണ്ടൂരിൽ കർണാടക ബസിന് പിറകിൽ KSRTC ബസ് ഇടിച്ച് 15 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് അപകടം നടന്നത്. KSRTC ബസ് ഡ്രൈവർക്ക് സാരമായ പരിക്കേറ്റു. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പഴയന്നൂർ തെക്കേത്തറ കാക്കുളത്തിന്റെ സംരക്ഷണ ഭിത്തിയും ആൾമറയും തകർന്നു വീണു. കുളത്തിന്റെ സംരക്ഷണ ഭിത്തി ഇളകി വെള്ളത്തിലേക്കും മതിൽ റോഡിലേക്കും വീണു. ആളപായമില്ല. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാറിനെ കണ്ടെത്താനായില്ല. വിവിധ സ്ഥലങ്ങളിൽ കണ്ടതായി പറഞ്ഞ് പലയിടങ്ങളിൽ നിന്ന് ഫോൺ കോളുകൾ വരുന്നുണ്ടെങ്കിലും പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിനെ കൊടിയേറി. വികാരി ഫാദർ വർഗീസ് കുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. കയ്പമംഗലത്ത് വിവിധ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. കൊപ്രക്കളം ജാമിയ ബുസ്താൻ ക്യാമ്പസിൽ നടന്ന ഈദ്ഗാഹിനെ ആസിഫ് ഇസ്ലാഹി ആലുവ നേതൃത്വം നൽകി. കാളമുറി മസ്ജിദുൽ മുബാറക്കിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം MI അബ്ദുൽ ജലീലും കാളമുറി മസ്ജിദ് ദുസഫയിൽ സിറാജുദ്ദീൻ നിസാമി ചെറുമുക്കും നേതൃത്വം നൽകി. എരുമപ്പെട്ടി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് അത്തീഖുർ റഹ്മാൻ ബാഖവി നേതൃത്വം നൽകി. മഹൽ പ്രസിഡന്റ് അബ്ബാസ് കാരേങ്ങൽ പെരുന്നാൾ സന്ദേശം നൽകി. പാവറട്ടി ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന വലിയ പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് ഖാലിദ് സഅദി നേതൃത്വം നൽകി. മഹൽ കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ കാരാട്ട്, സെക്രട്ടറി AA അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴുവിൽ വെസ്റ്റ് ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഖത്തീബ് ഷാഹുൽ ഹമീദ് ദാരിമി നേതൃത്വം നൽകി. പാടൂർ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് മഹൽ ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി നേതൃത്വം നൽകി. സദർ ഉസ്താദ് അബ്ദുൾ റഷീദ് അൻവരി, അലിമോൻ പൂത്തൻപുരയിൽ, RV സുലൈമാൻ, ഫിറോസ് കാലടിയിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അന്തിക്കാട് ജുമാ മസ്ജിദിൽ നടന്ന ഗുത്തുവയ്ക്കും പെരുന്നാൾ നമസ്കാരത്തിനും മഹൽ ഖത്തീബ് നൌഫൽ അദി നേതൃത്വം നൽകി. മഹൽ പ്രസിഡന്റ് പതിപ്പറമ്പത്ത് അബ്ദുൽ നാസർ ഹാജി, സെക്രട്ടറി KK അബ്ദുൽ സലാം, ട്രഷറർ ഹംസ പൂവത്തുംകടവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴവൂർ ഇലാഹിയ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് മഹൽ ഖത്തീബ് SMK തങ്ങൾ അൽ മുഖൈബിലി ദേശമംഗലം നേതൃത്വം നൽകി. പ്രാർത്ഥനാ സദസ്സും ഖബർ സിയാറത്തും നടന്നു.
പെരുന്നാൾ ദിനത്തിൽ ആരാധനാലയ കമ്മിറ്റികൾക്ക് സ്നേഹവിരുന്നൊരുക്കി പഴുവിൽ വെസ്റ്റ് ജുമാ മസ്ജിദ് കമ്മിറ്റി. ബലിപെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായാണ് പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ചർച്ച് കമ്മിറ്റിക്കും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഉപദേശക സമിതിക്കും മസ്ജിദിൽ വിരുന്നൊരുക്കിയത്. കവിയും കഥാകൃത്തുമായ AP നാരായണൻകുട്ടി രചിച്ച അവസ്ഥാന്തരങ്ങൾ എന്ന ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എഴുത്തുകാരി KP സുധീര നാടകകൃത്തും സംവിധായകനുമായ കാവിൽ രാജന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. അരിമ്പൂരിൽ കളിക്കൂട്ടുകാരുടെ കൂട്ടായ്മയുടെ 2ാം വാർഷികാഘോഷത്തിൽ സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വാർഡംഗം സുധാ സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് സുഭാഷ് അരിമ്പൂർ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് M മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും കലാസാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന KJ ജെയിംസിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് KTUC മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെയുള്ള വഴിയോര പഴക്കച്ചവട കേന്ദ്രത്തിൽ തീപിടുത്തം. പഴവർഗ്ഗങ്ങളും രേഖകളും ജനറേറ്ററും കത്തിനശിച്ചു. ₹1,00,000 നഷ്ടം. വരന്തരപ്പിള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് തിരുശേഷിപ്പുകളുടെ പൊതുദർശനം ഒരുക്കി. അതിരൂപതാ സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പൊതുപ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കോ-ഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൌൺസിലിന്റെ 16ാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു. CPI നേതാവും KPMS സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന MK ചാത്തപ്പനെ അനുസ്മരിച്ചു. VR സുനിൽകുമാർ MLA, ജില്ലാ കമ്മിറ്റി അംഗം CC വിപിൻ ചന്ദ്രൻ, സുമ ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. തലോർ മില്ലേനിയം യൂത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് സമാപിച്ചു. സമാപന ചടങ്ങ് തലോർ ആശ്രമ പ്രിയോർ ഫാദർ ആന്റണി മേലത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. YMCAയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ SSLC പരീക്ഷയ്ക്ക് 100% വിജയം നേടിയ സ്കൂളുകളെയും +2 മികവ് തെളിയിച്ച കോർപ്പറേഷനിലെ സ്കൂളുകളെയും ആദരിച്ചു. മേയർ MK വർഗീസ് ആദരം ഉദ്ഘാടനം ചെയ്തു. കോടാലി കൊരേച്ചാൽ ശ്രീദുർഗ സ്വയം ഭൂ കിരാത പാർവതി ക്ഷേത്ര പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടു. ചാലക്കുടി സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുനിൽ ലാൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. രാജ്ഭവൻ വഴി സംഘപരിവാർ അജണ്ടകൾ ഇന്ത്യൻ ജനാധിപത്യത്തിലേക്ക് ഒളിച്ചുകടത്താനുള്ള കേരള ഗവർണറുടെ ദുർനടപടിക്കെതിരെ CPI സംസ്ഥാന കൌൺസിലിന്റെ ആഹ്വാനപ്രകാരം CPI വടക്കാഞ്ചേരിയിൽ ദേശീയ പതാക ഉയർത്തിയും മരം നട്ടും പ്രതിഷേധിച്ചു. CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR സോമനാരായണൻ ദേശീയ പതാക ഉയർത്തി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.